ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മലോയ്സ്. കഥയുടെ തുടക്കം ഒരമ്മയും അച്ഛനും ചേർന്ന് മകനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് പെണ്ണ് കാണാനായി പോവാനായി പറയുകയാണ്. അവനാണ് ഈ കഥയിലെ നായകനായ പ്രഭു. ഈ പ്രായത്തിലോ എനിക്കെപ്പോഴേ കല്യാണമൊന്നും വേണ്ട, എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ലെന്ന് പ്രഭു പറഞ്ഞതും അച്ഛനും അമ്മയും അവന്റെ കരണം നോക്കി ഓരോ അടി കൊടുക്കുകയാണ്. നമ്മൾക്കാകെയുള്ളത് നീ മാത്രമാണെന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ച് പെണ്ണ് കാണാനായി കൂട്ടിക്കൊണ്ടുപോവുകയാണ്. പ്രഭുവിൻ്റേത് വളരെ നല്ലൊരു ഫാമിലിയാണ്. അവൻ്റെ അച്ഛനും അമ്മയും നല്ല ഫ്രണ്ട്സിനെ പോലെ ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അവർ ഓപ്പണായി ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ പെണ്ണ് കാണാനായി അവരുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് പ്രഭുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, പെണ്ണിന് കുക്കിംഗ് അറിയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല, പയ്യൻ നന്നായി കുക്ക് ചെയ്യുമെന്ന്. പ്രഭു ആളൊരു ഷെഫായിരുന്നു. ഇതേ നേരം പെണ്ണിൻ്റെ അമ്മ പെണ്ണിനെ കൂട്ടി വരികയും പെണ്ണ് പ്രഭുവിനെ കണ്ട് ആകെ അത്ഭുതത്തോടെ എടാ നീയോ എന്ന് ചോദിക്കുകയാണ്. അവർ പഴയ ക്ലാസ്മേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലെന്നും 1 വീക്ക് ഡേറ്റ് ചെയ്ത് നോക്കട്ടെ എന്നും പാരൻസിനോട് പറയുകയാണ്. അവരും അതിന് സമ്മതിച്ചു. പിന്നീട് അവർ ഒരുമിച്ച് പുറത്തേക്ക് പോവുകയും പ്രീതി പ്രഭുവിന്റെ ഇഷ്ടങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ശേഷം പ്രഭു അവന്റെ സുഹൃത്തായ രാജേഷിനെയും അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ 1 വീക്കൊക്കെ കഴിഞ്ഞ് അവരൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. പ്രീതി അവളുടെ വീട്ടിലേക്ക് അവനെ ക്ഷണിച്ചതുകൊണ്ട് അവൻ റെഡിയായി അവളുടെ വീട്ടിലേക്ക് പോവാൻ നോക്കുന്ന സമയത്താണ് അവന്റെ പഴയ ഗേൾഫ്രണ്ട് അയച്ച മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് പ്രഭു കാണുന്നത്. അത് കണ്ടതും അവൻ ആകെ മൂഡ് ഓഫ് ആവുകയാണ്. ശേഷം പ്രീതിയുടെ വീട്ടിലേക്ക് പോവുകയും പ്രീതി വീടൊക്കെ നല്ല രീതിയിൽ അലങ്കരിച്ച് അവനെ കാത്തിരിക്കുകയായിരുന്നു. അവളാണെങ്കിൽ എനിക്ക് ഈ മാരേജിന് സമ്മതമാണെന്നും നമ്മുടെ ഫാമിലി തമ്മിൽ സെറ്റ് ആവുമെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും അവന്റെ മറുപടിക്കായി കാത്തു നിൽക്കുകയാണ്. എന്നാൽ പ്രഭു ആണെങ്കിൽ ഇതേ നേരം ഏതോ ലോകത്തെന്ന പോലെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയായിരുന്നു. ഇത് കണ്ട പ്രീതി നീ ഓക്കെ അല്ലേ, എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ പ്രഭു ആ മാരേജ് ഇൻവിറ്റേഷൻ കാർഡ് അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട പ്രീതി മനസ്സിലൊന്നും മറച്ചു വെക്കേണ്ട, നിന്റെ ലവ് സ്റ്റോറി പറയാനായി ആവശ്യപ്പെട്ടു. അവിടെ പ്രഭുവിന്റെ ലൈഫിലെ ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. പ്രഭുവും രാജേഷും അവരുടെ സുഹൃത്തായ രവിയുടെയും ശ്രീയയുടെയും ആനിവേഴ്സറിക്ക് ഷെഫായി പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ശ്രീയയുടെ സുഹൃത്തായ നിലയെ പ്രഭുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പ്രഭു ഉണ്ടാക്കിയ ഭക്ഷണം വളരെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നില. അപ്പോഴാണ് ശ്രീയ അവളെ പ്രഭുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അവൾ ആ ഫുഡ് ഉണ്ടാക്കിയത് പ്രഭുവാണെന്ന് അറിഞ്ഞതും അവനോട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നും പറഞ്ഞ് അവൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത് കേട്ടതും പ്രഭുവിനും നല്ല സന്തോഷമായി. ശേഷം അവൾക്ക് ഇഷ്ടമുള്ള നല്ല ഫുഡൊക്കെ പ്രഭു വീണ്ടും ഉണ്ടാക്കി കൊടുക്കുകയും അവൾ അത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്തു. ശേഷം പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് ശ്രീയയും രവിയും കുടിച്ച് ഫിറ്റ് ആയതുകൊണ്ട് തന്നെ നിലയോടും പ്രഭുവിനോടും അവരുടെ കൂടെ വരാനായി ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവരും അവരുടെ കൂടെ ഒന്നിച്ചു പോവുകയും കാറിൽ വെച്ച് ശ്രീയയും രവിയും റൊമാൻസ് ഒക്കെ കാണിക്കുന്നത് കണ്ട് അവർ ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കടപ്പുറത്തെത്തി അവിടെ വെച്ച് പ്രഭു വീണ്ടും നിലയ്ക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് നേരം സംസാരിച്ച് ശേഷം വീട്ടിലേക്ക് എത്തുകയും ഫോൺ നോക്കുന്ന സമയത്ത് നിലയുടെ ഫ്രണ്ട് റിക്വസ്റ്റും വന്നിട്ടുണ്ടായിരുന്നു. അവൻ അത് ആക്സെപ്റ്റ് ചെയ്യുകയും പിന്നീട് അവർ ഒരുപാട് മെസ്സേജ് അയക്കുകയും ശ്രീയയുടെ കൂടെ നേരിട്ട് കാണുകയും അങ്ങനെ ഒരുപാട് അടുക്കുകയും ചെയ്തു. പ്രഭു അവളുടെ കാര്യം അവന്റെ വീട്ടുകാരോട് പറയുകയാണ്. എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞതും ഇതേ നേരം അവൻ അവന്റെ ഇഷ്ടം പോലും തുറന്നു പറയാത്തതിനാൽ രാജേഷ് അവനെ കളിയാക്കുന്നത് കേട്ട അവന്റെ അച്ഛൻ, നീ ഉടനെ തന്നെ അവളോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം, അവൾക്കും സമ്മതമാണെങ്കിൽ നമുക്ക് അവളുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കാമെന്നും പറയുകയാണ്. ഇത് കേട്ട പ്രഭു അവന്റെ ഇഷ്ടം തുറന്നു പറയാനായി തന്നെ തീരുമാനിച്ചു. ഇതേ നേരം നിലയ്ക്കും പ്രഭുവിനോട് ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു. അവൾ ആ കാര്യം ശ്രീയോട് പറയുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഒരു പാർട്ടി നടക്കുന്ന ക്ലബിൽ വെച്ച് അവർ വീണ്ടും കാണുകയും ആകെ കുടിച്ച് ഫിറ്റായി നില പ്രഭുവിനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. ഇത് കേട്ട പ്രഭു വളരെ സന്തോഷത്തോടെ അവന്റെ ഇഷ്ടവും അവളോട് തുറന്നു പറഞ്ഞു. ശേഷം അവളെയും കൂട്ടി പ്രഭു അവന്റെ വീട്ടിലേക്ക് പോവുകയും നിലയെ അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ഇഷ്ടമാവുകയും ചെയ്തു. പ്രഭു വളരെ നല്ലൊരു പയ്യനാണെന്നും അവൻ മോളെ ഇഷ്ടമാണെന്നുള്ള കാര്യം ആദ്യം നമ്മുടെ അടുത്താണ് വന്ന് പറഞ്ഞത്. അതുപോലെ മോളും മോളുടെ പാരൻസിനോട് ഈ കാര്യം പറയണമെന്നും അച്ഛൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അച്ഛൻ്റെ വാക്ക് കേട്ട് അവൾ പ്രഭുവിനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. എന്നാൽ അവളുടെ വീട്ടിലേക്ക് എത്തിയ സമയത്താണ് പ്രഭു ആകെ ഒന്ന് അത്ഭുതപ്പെടുന്നത്. കാരണം നില വളരെ പണക്കാരനായ ഒരാളുടെ മകളായിരുന്നു. അവളുടെ അമ്മ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിരുന്നു. അവൾക്ക് അച്ഛൻ മാത്രമാണുള്ളത്. അവൾ പ്രഭുവിനെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കുകയും അച്ഛൻ പ്രഭുവിനോട് തനിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ വലിയ പണക്കാരനായതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ് ഫാമിലിയാണെന്ന് മനസ്സിലാക്കിയ പ്രഭുവിനെ പരിഹസിക്കുകയാണ്. പ്രഭു ആണെങ്കിൽ നിങ്ങളുടെ പണം കണ്ടിട്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചതെന്ന് പറയുകയും ഇതെല്ലാം കേട്ട് നീല അങ്ങോട്ടേക്ക് വരികയും പ്രഭുവിനോട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവനെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തു.
വീട്ടിലേക്ക് എത്തിയ പ്രഭു ആണെങ്കിൽ അവന്റെ അച്ഛനോടും അമ്മയോടും നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും അവർ അവനെ സമാധാനിപ്പിക്കുകയും ചെയ്തു. ഇതേ സമയം നില ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്നത് കണ്ട അവളുടെ അച്ഛൻ, എനിക്ക് അവൻ നല്ല പയ്യനായി തോന്നാത്തത് കൊണ്ടാണ് ഞാൻ കല്യാണത്തിന് സമ്മതിക്കാത്തത് എന്ന് പറയുകയാണ്. എന്നാൽ അവളുടെ നിർബന്ധപ്രകാരം അച്ഛൻ അതിന് സമ്മതിച്ചു. കുറച്ചുനാൾ അവനുമായി സമയം ചെലവഴിച്ചു നോക്കട്ടെ, അവൻ ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രം നമുക്ക് കല്യാണത്തിലേക്ക് പോവാമെന്ന് അച്ഛനും അവളും കൂടി ഒരു ഡിസിഷൻ എടുത്തു. അതിനുശേഷം നിലയെ പ്രഭു പാർട്ടിക്കായും സിനിമക്കായും ഒക്കെ വിളിക്കുന്ന സമയത്ത് അച്ഛനും കൂടെ പോവുമായിരുന്നു. പ്രഭുവിന് ആദ്യം അതൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പിന്നീട് അവനും അത് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് പോയി അവൻ അവൾക്കും അച്ഛനും ഒരുപാട് നല്ല ഡിഷസ് ഉണ്ടാക്കി ടേബിളിൽ വെച്ചിരിക്കുകയാണ്. ഇതേ നേരം അച്ഛനാണെങ്കിൽ ആ മാറ്റ് വലിക്കുകയും ഫുഡൊക്കെ താഴെ വീഴുകയും ചെയ്തു. അതൊക്കെ അയാൾ മനഃപൂർവ്വം ചെയ്തതായിരുന്നു. അത് മനസ്സിലായ പ്രഭു നിലയുമായി വഴക്കുണ്ടാക്കിയാണ്. ഇതൊക്കെ കണ്ട് അച്ഛൻ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം പ്രഭു അവന്റെ അമ്മയ്ക്ക് ഷുഗർ കൂടിയതിനാൽ അമ്മയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. അവിടെ വെച്ചാണ് അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി പോകുന്നത് അവൻ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അവന്റെ ഒരു അങ്കിളായിരുന്നു. അമ്മയെ കാണിച്ചതിന് ശേഷം ഡോക്ടറോട് അയാൾ എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്. പണം കൂടിയതുകൊണ്ടുള്ള എന്തെങ്കിലും അസുഖമാണോ എന്ന് അവൻ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത് കേട്ട ഡോക്ടർ അയാൾ ഒരു നല്ല മനുഷ്യനാണെന്നും അയാൾക്ക് ക്യാൻസർ ആണെന്നും അയാൾക്ക് ആകെ ഒരു മകളേ ഉള്ളൂ, മകളോട് പോലും ആ കാര്യം അയാൾ തുറന്നു പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലാണ് കീമോ ചെയ്യാനായി ആവശ്യപ്പെട്ടിട്ടും അത് മകൾക്ക് മനസ്സിലാവുമെന്ന് കരുതി അവളെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അയാൾ അത് ചെയ്തിരുന്നില്ല. ഇതെല്ലാം കേട്ട പ്രഭുവിനാണെങ്കിൽ ആകെ സങ്കടമാവുകയാണ്. അവൻ രാജേഷിന്റെ അടുത്ത് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട രാജേഷ് അച്ഛനുള്ള കാലം വരെ അവർ ഒന്നിച്ചിരിക്കട്ടെ, അതിനുവേണ്ടി നിനക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നീ ചെയ്യാനായും അവനോട് ആവശ്യപ്പെട്ടു. അത് കേട്ടതും പ്രഭു അവളെ മെല്ലെ മെല്ലെ ഒഴിവാക്കാനായി തുടങ്ങി. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കൊണ്ട് തന്നെ നിലക്കും ആകെ സങ്കടമായി അവൾ ശ്രീയോട് കാര്യം പറയുകയാണ്. ഞാൻ വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കുന്നില്ലെന്നും ഞാൻ എവിടെ വിളിച്ചാലും അവൻ എൻ്റെ കൂടെ വരുന്നില്ലെന്നും പറയുന്നത് കേട്ട ശ്രീ ആണെങ്കിൽ ആൺകുട്ടികൾ ഒരു അകലം പാലിക്കണമെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും സെറ്റായിട്ടുണ്ടാവുമെന്ന് പറയുകയാണ്. ഇതേ നേരം പ്രഭു ആണെങ്കിൽ നിലയെ ഓർത്ത് ആകെ വിഷമിച്ചുകൊണ്ട് കുടിച്ച് ഫിറ്റായി രാജേഷിനോട് ഓരോ സങ്കടങ്ങൾ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. രാജേഷിന് വീട്ടിൽ നിന്ന് കോൾ വന്നതുകൊണ്ട് അവൻ പോവുകയും ഇതേ നേരം നില അങ്ങോട്ടേക്ക് വരികയും അവന്റെ ഫോൺ പിടിച്ചു വാങ്ങി അത് നോക്കുകയാണ്. എന്നാൽ അതിൽ കാര്യമായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നീ എന്നെ യൂസ് ചെയ്തിട്ട് ഒഴിവാക്കി കളയുകയാണെന്ന് നില ചോദിച്ചതും അവൻ കുടിച്ചതുകൊണ്ട് തന്നെ ആകെ ദേഷ്യം വന്ന് അവളോട് ചൂടാവുകയാണ്. നിനക്ക് നിന്റെ അപ്പനല്ലേ വലുത്, ഒന്ന് പോടി എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെട്ടതും അവൾ സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം അവൻ പിന്നെ നിലയെ കോണ്ടാക്ട് ചെയ്യാനായി ശ്രമിച്ചെങ്കിലും അവൾ ഫോൺ നമ്പർ പോലും മാറ്റിയിരിക്കുന്നു. അവൾ അവളുടെ വീടും മാറിയിരിക്കുന്നു. അവളെ കണ്ടുപിടിക്കാൻ പ്രഭു ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൻ അതിന് സാധിച്ചിരുന്നില്ല. ശേഷം സീൻ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ഈ കഥയൊക്കെ കേട്ടു നിന്ന പ്രീതി, നീ അവളുടെ കല്യാണത്തിന് പോകണമെന്നും കല്യാണത്തിന് മുന്നേ മനസ്സൊക്കെ ക്ലിയർ ചെയ്യണം, മനസ്സിലുള്ളതൊക്കെ അവളോട് തുറന്നു പറയണം, പോയിട്ട് നീ തനിച്ചാണ് തിരിച്ചു വരുന്നതെങ്കിൽ നമുക്ക് കല്യാണം കഴിക്കാമെന്നും പറഞ്ഞ് അവന് സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു. ഇതെല്ലാം കേട്ട പ്രഭു ആണെങ്കിൽ രാജേഷിനെയും കൂട്ടി അവളുടെ കല്യാണത്തിനായി പോവുകയാണ്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണമായിരുന്നു അവളുടേത്. വലിയൊരു പണക്കാരി ആയതുകൊണ്ട് തന്നെ വലിയൊരു 5 സ്റ്റാർ ഹോട്ടലിൽ വെച്ചായിരുന്നു കല്യാണം. ആ പ്രോഗ്രാമിന്റെ മാനേജറായ അഞ്ജലി അവരെ അങ്ങോട്ടേക്ക് വിളിക്കുകയും റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും റെഡിയായി പാർട്ടിക്ക് പോവുകയും അവിടെ വെച്ച് നിലയെ കണ്ടപ്പോൾ പ്രഭു ആകെ സങ്കടം കൊണ്ട് കരയുകയാണ്. എന്നാൽ നില വളരെ സന്തോഷത്തിലായിരുന്നു. അവൾ പ്രഭുവിനെ മൈൻഡ് ചെയ്യുന്നു പോലും ഉണ്ടായിരുന്നില്ല. അവൻ അവളോട് സംസാരിക്കാനായി പല ചാൻസിന് വേണ്ടി ശ്രമിച്ചെങ്കിലും ഒന്നും നടക്കുന്നില്ലായിരുന്നു. അവിടെ വെച്ചാണ് കുറെ മാസങ്ങൾക്ക് മുന്നേ അവളുടെ അച്ഛൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം കൂടി പ്രഭു അറിയുന്നത്. അതും അവനെ ഒരുപാട് വിഷമിപ്പിച്ചു. അവളോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പ്രഭു ആകെ സങ്കടപ്പെട്ടു. ഒരുപാട് കുടിച്ച് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നത്. പ്രഭു ആണെങ്കിൽ ആ സങ്കടത്തിൽ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അഞ്ജലിയോട് തുറന്നു പറയുകയാണ്. ഇത് കേട്ടതും അഞ്ജലിക്കും അവനോട് എന്തൊക്കെയോ ഒരു സഹതാപം തോന്നി. കുടിച്ച് ഫിറ്റായതുകൊണ്ട് തന്നെ അവൻ അവന്റെ റൂം പോലും മറന്നുപോയിരുന്നു. അഞ്ജലി അവനെയും കൂട്ടി അവന്റെ റൂം കാണിച്ചു കൊടുക്കുകയും അവനെ ഒരുപാട് ആശ്വസിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അവർ വീണ്ടും റെഡിയായി ഫംഗ്ഷന് പോവുകയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പ്രഭു പ്രീതിയെ വിളിച്ചറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫംഗ്ഷനിടയിൽ വെച്ച് അഞ്ജലി സാമ്പാർ സാദം ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുന്നത് കേട്ട പ്രഭു അവിടെ വെച്ച് അവൾക്ക് അത് ഉണ്ടാക്കി കൊടുക്കുകയും അതിൽ കുറച്ച് ആരോ നിലയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്തിരുന്നു. അത് കഴിച്ച ഉടനെ നിലയ്ക്ക് അത് പ്രഭു ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുകയും അവൾ ദേഷ്യപ്പെട്ട് അത് മാറ്റിവെക്കുകയും ശേഷം റൂമിലേക്ക് പോവുകയും ചെയ്തു. ഇതേ നേരം പ്രഭുവും അഞ്ജലിയും നല്ല സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ച് പുറത്തുപോയി ഫുഡ് കഴിക്കുകയും പ്രഭുവിന് റിസപ്ഷൻ ഇടാനുള്ള ഡ്രസ്സൊക്കെ അഞ്ജലി വാങ്ങിക്കൊടുക്കുകയും ചെയ്തു.
അഞ്ജലിക്കും പ്രഭുവിനോട് എന്തോ ഒരു ഇഷ്ടം തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ അന്ന് രാത്രി നടക്കുന്ന റിസപ്ഷൻ അറ്റൻഡ് ചെയ്യാനായി അവർ പോവുകയും അവിടെ നില വളരെ സന്തോഷത്തോടെ അരവിന്ദുമായി ഡാൻസ് ചെയ്യുന്നത് കണ്ട പ്രഭു അഞ്ജലിയെയും കൂട്ടി അവളുടെ കൂടെ ഡാൻസ് കളിക്കുകയാണ്. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവൻ സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. എന്നാൽ ഇതെല്ലാം കണ്ടു നിന്ന് അവനോട് വളരെ സഹതാപം തോന്നിയ അഞ്ജലി അവൻ എന്തിനാണ് നിലയെ അകറ്റി നിർത്തിയതെന്ന് അവളോട് പറയാൻ തന്നെ തീരുമാനിച്ചു. ശേഷം അന്ന് രാത്രി പാർട്ടിയിൽ വെച്ച് നിലയുടെ അടുത്തേക്ക് പോവുകയും നിലയോട് നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ തുറന്നു പറയുകയും ചെയ്തു. ഇതെല്ലാം കേട്ട നിലയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു. പ്രഭു ഇവിടെ വന്നത് തൊട്ട് എൻ്റെ നെഞ്ചാകെ ഇടിക്കുകയായിരുന്നു. എല്ലാം ഉള്ളിൽ ഒതുക്കിയാണ് ഞാൻ ഇങ്ങനെ നടന്നിരുന്നത്. മരിക്കുന്നതിന് മുന്നേ എൻ്റെ അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അരവിന്ദ് എന്നൊരാളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അവനെ തന്നെ നീ കല്യാണം കഴിക്കണം. അതാണ് എൻ്റെ അവസാനത്തെ ആഗ്രഹമെന്നും പറഞ്ഞിരുന്നു. അതൊക്കെ ഓർത്ത് അവൾ അഞ്ജലിയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ പ്രഭുവിനോട് സംസാരിക്കണോ അതോ എൻ്റെ അച്ഛൻ്റെ അവസാന ആഗ്രഹം സാധിച്ചു കൊടുക്കണോ എന്ന്. എന്നാൽ അതിന് അഞ്ജലിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. അന്നായിരുന്നു അവളുടെ കല്യാണത്തിന്റെ അവസാനത്തെ ദിവസം. നില വളരെ വിഷമിച്ചിരിക്കുന്നത് കണ്ട ശ്രീയ അവളോട് കാര്യം ചോദിക്കുകയാണ്. നില അറിഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ശ്രീയോട് പറയുകയും ഇതെല്ലാം കേട്ട ശ്രീയ വളരെ സങ്കടത്തോടെ എനിക്കും ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം പറയുകയാണ്. ശേഷം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. മരണപ്പെടുന്നതിന് മുന്നേ നിലയുടെ അച്ഛൻ്റെ കൂടെ ശ്രീയ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ നിലയെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം അച്ഛൻ പറയും, ഞാൻ ഇനി അവൾ വരുന്നത് വരെ ജീവനോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. നീ അവളെ ഫോൺ വിളിക്കാനായും ആവശ്യപ്പെടും. എന്നാൽ ഫോൺ വിളിക്കുന്ന സമയത്ത് അവളുടെ ഫോൺ റീച്ചബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞ് ആ കാര്യം ഫോണിൽ റെക്കോർഡ് ചെയ്യാനായി ശ്രീയോട് ആവശ്യപ്പെട്ടു. ഈ 4 മാസം ഞാൻ വളരെ ഹാപ്പിയായാണ് ജീവിച്ചത്. നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും വർഷം ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു. സിനിമക്ക് പോയി, ക്ലബിൽ പോയി. ഇതെല്ലാം എനിക്ക് കിട്ടിയത് പ്രഭു കാരണമാണ്. നീ അവനെ തന്നെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. ആ വോയിസ് റെക്കോർഡ് ശ്രീ ഇപ്പോൾ നിലയെ കേൾപ്പിക്കുകയും ഇതെല്ലാം കേട്ട നില കരഞ്ഞുകൊണ്ട് ഇതൊന്നും തുറന്നു പറയാത്തതിനാൽ ശ്രീയുടെ കരണം നോക്കി ഒരു അടിയും കൊടുത്തു. പ്രഭു കാരണം നീ ഒരുപാട് വിഷമിച്ചതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് നിന്ന് മറച്ചു വച്ചതെന്ന് ശ്രീയയും പറഞ്ഞു. ഇനിയൊന്നും അവൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. കാരണം കല്യാണത്തിന്റെ സമയമായിരുന്നു. എല്ലാം അറിയാൻ വൈകിയത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അവൾക്കാകെ കൺഫ്യൂഷനായി. അങ്ങനെ വേറെ വഴിയില്ലാതെ ഒരുങ്ങി കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അവിടെ മുന്നിൽ തന്നെ പ്രഭു ഇരിക്കുന്നുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും അവൾ അവൻ്റെ കൂടെ വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. ഇതേ നേരം അവൾ കരയുന്നതൊക്കെ പ്രഭു കാണുന്നുണ്ടായിരുന്നു. അവൾ അവിടെ വെച്ച് ആദ്യമായി പ്രഭുവിൻ്റെ മുഖത്തേക്ക് നോക്കുകയും ഇത് കണ്ട പ്രഭു രാജേഷിനോട്, ഇടാ ഇപ്പോൾ തന്നെ അവൾ എന്നെ കൂട്ടിപ്പോവും എന്നുള്ള ഭാവത്തിലാണ് എന്നെ നോക്കുന്നതായി തോന്നുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട് രാജേഷ് അവനെ കളിയാക്കുകയാണ്. ഇതേ നേരം അഞ്ജലി പ്രഭുവിൻ്റെ അടുത്തേക്ക് വന്ന് നിലയോട് ഇന്നലെ രാത്രി ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും അവൾ കല്യാണത്തിന് നിന്നു കൊടുക്കുകയാണെന്ന് പറയുകയാണ്. ഇതേ നേരം ശ്രീയും അങ്ങോട്ട് വന്ന് അവൾ നടന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രഭുവിനോട് പറഞ്ഞു. എല്ലാം കേട്ട പ്രഭു ആണെങ്കിൽ സങ്കടം സഹിക്കാൻ വയ്യാതെ ഇതൊന്നും കാണാൻ വയ്യാതെ ഓടിപ്പോയി റോഡിൽ കിടന്ന് അലറി കരയുകയാണ്. രാജേഷും കൂടെ തന്നെ ഓടിപ്പോയി അവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. ശേഷം അവർ നാട്ടിലേക്ക് തിരിച്ചു വരികയും കുറെ ദിവസം കഴിഞ്ഞ് പ്രഭു പ്രീതിയെ കാണാനായി പോയി. എനിക്ക് കല്യാണത്തിന് ഓക്കെയാണെന്നും പക്ഷെ എൻ്റെ ലവ് എപ്പോഴും നിലയാണെന്നും പറഞ്ഞു. എന്നാൽ അവനിങ്ങനെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി പറയുന്നത് കൊണ്ട് തന്നെ അവനോടുള്ള ഇഷ്ടം കൂടുകയാണ് ചെയ്തിരുന്നത്. അവളും കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. എന്നാൽ നിലയുടെ ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ കേട്ട് ഇൻസ്പയർഡ് ആയ പ്രീതി നമുക്കും എബ്രോഡ് പോയി കല്യാണം കഴിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് റെഡിയായി എയർപോർട്ടിലേക്ക് പോവുകയാണ്. അവിടെ സിനിമ അവസാനിച്ചു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് നില ഒരു ലഗേജുമായി എയർപോർട്ടിലേക്ക് ഓടി വരുന്നതായി കാണിക്കുന്നത്. ഇത് കണ്ട് വളരെ അത്ഭുതത്തോടെ എന്താണ് സംഭവിച്ചതെന്ന് രാജേഷും ടീമും അവളോട് ചോദിക്കുമ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് നില ഉറക്കെ കരയുകയും അരവിന്ദ് കാര്യം ചോദിച്ചപ്പോൾ അവൾ നടന്ന സംഭവങ്ങളെ പറ്റിയൊക്കെ അരവിന്ദിനോട് പറയുകയും ചെയ്തു. അവനൊരു നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരാളെ വെച്ച് മറ്റൊരാളുടെ ഒപ്പം ജീവിക്കേണ്ടെന്നും 2 മനസ്സുകൂടി ചേർന്നതാണ് താലി, അല്ലെങ്കിൽ അത് വെറും ചരടാണ്, എല്ലാത്തിനേക്കാൾ വലുതാണ് ലവ് എന്ന് പറഞ്ഞ് അവളെ ആ പ്രഭുവിന്റെ കൂടെ പറഞ്ഞു വിട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട ശ്രീയാണെങ്കിൽ പ്രഭുവിന്റെയും പ്രീതിയുടെയും കല്യാണം നടക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടും ഈ കല്യാണത്തിനും മെഹന്തി പാർട്ടിയൊക്കെ ഉണ്ടാവില്ലേ, എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്നും പറഞ്ഞ് നില പ്രഭുവിന്റെ പുറകെ ഓടുകയാണ്. നില അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് അരവിന്ദും ഒരു ലഗേജുമായി അങ്ങോട്ട് വരുന്നത് ശ്രീയയും ടീമും കാണുന്നത്. പ്രീതിക്കും പ്രഭുവിനും കല്യാണം നടന്നാൽ എനിക്കൊരു ചാൻസ് കൂടി കിട്ടുമല്ലോ എന്നും പറഞ്ഞ് അരവിന്ദും നിലയുടെ പുറകെ പോവുകയാണ്. അതേ നേരത്ത് തന്നെ അഞ്ജലിയും ലഗേജുമായി ഒരു ചാൻസ് കിട്ടിയാലോ എന്ന് കരുതി പ്രഭുവിനെ അന്വേഷിച്ച് എയർപോർട്ടിലേക്ക് വരികയാണ്.
അവളും പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ആരെങ്കിലും വരണ്ട എന്ന് കരുതി രാജേഷും ടീമും പെട്ടെന്ന് തന്നെ എയർപോർട്ടിന്റെ ഉള്ളിലേക്ക് ഓടുന്നു. ഇതിൽ ആരാരെ കല്യാണം കഴിക്കുമെന്ന് കാണിക്കാതെ അതൊരു ട്വിസ്റ്റ് ആക്കി വെച്ചാണ് ഈ സിനിമ ഇവിടെ അവസാനിപ്പിച്ചത്. മേ ബി ഇതിന്റെ സെക്കൻഡ് പാർട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാവാം. എന്തായാലും ഇന്നത്തെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലോ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.